ഞാൻ ഇന്ന് പന്നി. വണ്ടിയാണത് അതെന്റെ വണ്ടിയാണ് ആണല്ലോ. അപ്പൊ അതിന്റെ അടുത്തേക്ക് വെച്ചിട്ട് ആദ്യം തിരിക്കാം. വണ്ടി ഇവിടുന്ന് വേറെ ആൾക്കാർ എടുത്തിട്ട് പോവാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു നോക്കാം. അതെ നമ്മള് ഞാൻ വടക്കഞ്ചേരിന്ന് വരുന്നത് പാളയെന്ന് പറയുന്ന സ്ഥലത്ത് വിഷു ദിവസം ഈ വണ്ടിയും കൊണ്ട് വന്നിട്ടുള്ള ഒരാള് നമ്മുടെ കാറിന്റെ അടിയിൽ പടക്കം പൊട്ടിച്ചിട്ട് ബോണറ്റ് തെറിച്ചു പോയി. അപ്പൊ ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ നല്ല പൈസയാവും പറഞ്ഞു, 7,000-8,000 രൂപയാവും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ആ പൈസ വാങ്ങിച്ചിട്ട് പോകാന്നോട്ട് വന്നു. ഇല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക. ഈ വണ്ടിയാണ്, ഞാൻ നമ്പറാണ് കണ്ടത്. അപ്പൊ ഈ വണ്ടി എടുത്തിട്ട് വന്ന ആളാണ്, അത് ആരാണെന്ന് നമുക്കറിയില്ല. ആ ദിവസം ആർക്കാ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പൈസ വാങ്ങിച്ചു തരിക. ആ വണ്ടി പുറത്തേക്ക് അതെനിക്കാരും പറയാൻ വന്ന നേരമില്ല. തന്റെ വണ്ടിയാണത് അതെന്റെ വണ്ടിയാണ് ആണല്ലോ. അപ്പൊ അതിന്റെ അടുത്തേക്ക് വെച്ചിട്ട് ആദ്യം തിരിക്കാം. പിന്നെന്നതാ ഞാൻ ഈ വണ്ടി കൊണ്ട് പോകാറില്ല. ആരോട് ആരോടായാലും നിങ്ങൾ ചൂടാവാൻ കളിക്കാത്ത കേട്ടോ. ചേട്ടൻ്റെ നമ്പർ മേടിച്ചിട്ട് പറഞ്ഞൂടെ ചേട്ടാ, ചേട്ടൻ്റെ നമ്പർ കാര്യങ്ങൾ തന്നിട്ട് ചേട്ടൻ്റെ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ നമ്പറും തരാം, വിളിച്ചിട്ട് തീരുമാനം ഉണ്ടാക്കാം. ഒരു കാര്യം, ഞാൻ സാധനം എടുത്തരാം. ഈ ചൂടായ പപ്പയ്ക്ക് ഹാപ്പി ആനിവേഴ്സറി. അങ്ങോട്ട് വിഷ് ചെയ്തോ എന്തേലും? അത് ഞാൻ പറയാം. ഒരു സാധനം കൂടി ഉണ്ട്, ഞാൻ കൊണ്ടുവരാം. ഇനി ഇതാരാ തന്നെന്ന് പറയൂ. അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ഗസ് ചെയ്യൂ, അത് താഴെ വീഴല്ലേ. വേറെ ആരും തരാനില്ലേ? പിന്നെ പിന്നെ ആര് തരും? പിന്നെ ആരും ഇല്ല. ഇല്ല, ശരി, ഓക്കെ. ഇതൊന്ന് ഓപ്പൺ ചെയ്യോ? 3 മക്കൾ തന്നെയാണ് ഇത് തന്നിട്ടുള്ളത്. അയാളോടും ചൂടായി കരയുന്നു. മക്കളെ നീ പറയണ്ടോ? വേറൊന്നുമില്ല, ജീവിതത്തിലൊക്കെ അത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ആകെ ഇത് നമ്മുടെ കടമയാണല്ലോ അത് അനുഭവിക്കുക എന്നുള്ളത്. ഹാപ്പി ആയോ? ഓക്കെ ഓക്കെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അടിപൊളിയായിട്ട് ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ.